guys, welcome back to our channel Crazy Girls. അപ്പോൾ ഇവിടെ പോവാണ് വീണ്ടും ലുലു മാളിലേക്ക്. എല്ലാരും ഓർക്കും നമുക്ക് ലുലു മാളിൽ പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ലുലു മാളിൽ മാത്രമേ പോകാറുള്ളൂ അല്ലേ? ആ അതാണ് ഇവിടെ എന്താ ഒരു സ്ഥലമുള്ള ഞങ്ങക്ക് പോകാനായിട്ട്. അപ്പൊ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ലുലു മാളിൽ എന്തില് പോവാനായിട്ടാ? അപ്പൊ എപ്പോഴും പോകുമ്പോ സാധനം വാങ്ങിക്കാനായിട്ടാ പോകുന്നതെന്ന് പറഞ്ഞ അയാൻ ബഹളമാണ്. അപ്പൊ ഇന്ന് രണ്ടുപേർക്കും ണ്ടേ അപ്പൊ ഇന്ന് രണ്ടുപേർക്കും കളിക്കാൻ വേണ്ടി ഫൺ ടൂറായില് കൊണ്ടുപോവാണ് അല്ലേ? അപ്പം ഞങ്ങള് എന്നത്തെയും പോലെ തന്നെ വൈകുന്നേരമാണ്. ഞങ്ങൾ രാത്രി കിളികളാണ് ഗൈസ്. ഞങ്ങൾ രാത്രി 12 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് കയറും. ഇത് എപ്പോഴും ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ ലുലുവിലൊക്കെ പോകുമ്പോൾ മാത്രമേ ഇത്ര ലേറ്റ് ആവുള്ളേ. അല്ലാതെ ഞങ്ങൾ അങ്ങനെ എവിടെയും പോകത്തില്ല. പിന്നെ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകും അല്ലേ? ചോറുണ്ണാൻ ഫുഡ് കഴിക്കാൻ പോകത്തില്ല, ഇടയ്ക്ക് കുഴിമന്തി കഴിക്കാൻ. അയിമ എപ്പോഴും ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. ഞങ്ങളൊക്കെ ചോറ് മൊത്തം തിന്ന് തീർക്കും. അപ്പൊ ദേ ഞങ്ങള് റെഡി ആയി കഴിഞ്ഞു. അപ്പൊ സമയം എന്നത്തെയും പോലെ തന്നെ വൈകുന്നേരമാണ്. നോക്കാൻ എന്നാ വെട്ടമുണ്ട് കേട്ടോ. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ മഴയാണ്, എപ്പോഴും മഴയാണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ കാണാൻ ഒരേപോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ദേ ഞങ്ങള് പോവാൻ ഇറങ്ങുവാണ്. അപ്പൊ ദേ ഞങ്ങള് പോവാൻ ഇറങ്ങുവാണ്. ഇനി പോകുന്ന വഴിക്ക് കാണാം. ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് ഇമ്മയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ബാഗാണിത്. അതൊന്നും ഇപ്പൊ കാണിക്കണ്ട, ഇനി ഉടനെ അതഴിച്ച് കാണിക്കാനായിട്ട്. അപ്പൊ ദേ ഞങ്ങൾ പോവാണ്. അപ്പൊ ഇന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ കൂടെ ഒരാളും കൂടെ കേറുന്നുണ്ട്. പറയണ്ട, കാണിച്ചു കൊടുക്കാം. നമുക്ക് പോകുമ്പോ കാണിച്ചു കൊടുക്കാം. നിനക്കും അറിയത്തില്ല ആരാന്ന്. നോക്കാം ആരാന്ന്. പോകുമ്പോ കാണിക്കാം. അപ്പൊ ഞങ്ങൾ ഇനി ഒരാളെ പിക്ക് ചെയ്യാനുണ്ട്. പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾ പോവാൻ. അപ്പൊ ദേ ഞങ്ങൾ പോയിട്ട് വരാം. ഇനി അറിയാൻ വേണ്ടിട്ട് ആളുടെ ആകാംക്ഷയിൽ ഇരിക്കണം കേട്ടോ. ഒരുപാട് വലിയ ആളൊന്നും അല്ല, ഒരു ചെറിയൊരു മനുഷ്യൻ. അപ്പൊ എന്തായാലും കാണിച്ചു തരാം. അങ്ങനെ എന്തായാലും പോയി ആളെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ലുലു മാളിൽ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. അപ്പൊ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നേരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ. അപ്പതേ നമ്മള് ഇറങ്ങട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ദ വീഡിയോ. അയിമ ബാക്കി കയറോ? വെള്ളം അതിന്റെ അടുത്ത് വെച്ച് വെക്കാൻ പറ്റുന്നല്ലായിരുന്നു. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തെറ്റി? പിണക്കാണോ? എന്തിന്?
വഴക്ക് പറഞ്ഞോ? ആര്? ഞാൻ വഴക്ക് പറഞ്ഞു. അയാൻ എന്തുണ്ട്? പ്രതിമയാ? എന്തിറ്റി? എന്തെങ്കിലും പറ. കട്ട് ചെയ്ത് പറയുന്നില്ല. ഫണ്ടൂറാ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലേ ഇവ. അതിന്റെ കാർഡ് എവിടെ പോയി? എനിക്കറിയില്ല. എന്റെ ബാഗിലുണ്ടാവുമായിരിക്കും. വെയിറ്റ് ചെയ്തിട്ടേ. ട്യൂട്ടോറിയൽ അല്ല, ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ചെരുപ്പിടാതെയാണോ ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചോണ്ടേ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തതാണോ? ആ, അന്നേരം അതിന് വേണ്ടിയിട്ട് എന്നാ എങ്ങനെയാണെന്ന് കാണിക്കാന്ന് വിചാരിച്ചു. കളിയാക്കിയതല്ലേ എന്ത് കളിയാക്കി? ഉച്ചയ്ക്ക് പൊക്കമില്ലാത്തോണ്ട്. അതല്ലടാ, ബെയർ ഫൂട്ട് ആണോ ഡ്രൈവിംഗ് എന്ന് അറിയാനായിട്ട്. ഒരുപാട് ആംബുലൻസ് പോകുന്നുണ്ടോ? അതിനെന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. എന്താണ്? അവൾ ഉറങ്ങിയോ? കേറുന്നുണ്ടെന്ന് നമ്മുടെ കൂടെ. ആരാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ചങ്ങനാശ്ശേരി പൊക്കോണ്ടിരിക്കുകയാണ്. AC റോഡ്. റോഡ് പണിയൊക്കെ കാണിച്ചു കൊടുക്കണം. ഇതാണ് പാടം. റോഡ് പണിയൊക്കെ തീർന്നല്ലോ. റോഡ് പണിയൊക്കെ കഴിഞ്ഞ, പക്ഷെ പാലമൊക്കെ കാണിച്ചു കൊടുക്കാൻ വയ്യ. പാലമൊക്കെ ആവുന്നല്ലേ ഉള്ളൂ. അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, വണ്ടി ഓടിക്കുമല്ലേ. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. നീ വഴക്ക് പറയുന്ന എന്തിനാ? അവൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞ ആള് കേറിയിട്ടുണ്ടേ, കാണിച്ചു തരാവേ. ഇങ്ങോട്ട് നോക്കടാ, ഒരു പ്രാവശ്യം നോക്ക്. എടാ, ഒരു പ്രാവശ്യം ഇങ്ങോട്ട് തിരിഞ്ഞാ മതി. അതെങ്ങനെയൊക്കെ കാണിച്ചോളാം കേട്ടോ. ഭയങ്കര നാണമാണേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അയ്മ നല്ല ഉറക്കം. അയ്യന്റെ മടി തല വെച്ച് ഉറങ്ങുന്നുണ്ട്. അപ്പതേ പോകാം. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെ എന്തോ പറയാൻ പറ്റതല്ലേ വിഴുകി. അങ്ങനെ ഗൈസ്, ലുലു മാളെത്തി. അയ്യോ, തിരക്കാണോടാ? ആ, നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ ആകുമ്പോഴത്തേക്കിനുവേ എല്ലാരും ഇറങ്ങും. ഇനിയിപ്പോ ഫണ്ടൂറായിലൊന്നും കേറാൻ പറ്റുമോന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇവിടെ കളി അറിയും. ആരറിയണ്ട, അത് എവിടെ ഉണ്ടല്ലോ. അയ്മോ, എണീക്ക്. നല്ല ഉറക്ക. അയ്മക്കുട്ടി, ഈ ലുലുവിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടേ മുസ്ലിം കുഞ്ഞാവേ, എനിക്ക് കുഞ്ഞാവേ, കുഞ്ഞാവേ, കുഞ്ഞാവേ. ലുലു എത്തി. വയ്യേ. എടാ കൈ അയൻ കൈ. എനിക്കു ബാഗിനകത്താണ് ചുറ്റിപ്പിടന്ന് കിടക്കുന്നത്. സുണ്ടാമണ്ടു എനിക്കോ. അപ്പോഴേ നമ്മൾ ലുലു മാളിൽ എത്തിയിട്ടുണ്ടേ. ഞാൻ അയിമായി ഒന്ന് പൊക്കട്ടെ. അയിമക്കുട്ടി, what happened?
അപ്പൊ ഗൈസ് നമ്മൾ നാത്തോട്ട് കയറുമ്പോൾ കാണിക്കാം. ബാങ് ഇതിന് പറയുന്നു ഞാൻ ഇത് പിടിച്ചു നമ്മളെ എടുപ്പിക്കും. മോളെ എടുക്കാം. വഴക്കിട്ടതൊരു പരുവ് ചിമ്പൂത എന്തോ ചിങ്കൂച്ച ഉറങ്ങരുത്. മുടി സെറ്റാക്കും ആ ബാഗ് എടുത്തു. ഇതിന് കൊണ്ടുപോകാൻ കഴുകാൻ വേണ്ടി വെച്ചിരിക്കുക. അത് മാത്രമല്ല ഈ ഇതുണ്ടല്ലോ, ഇതാണ് എന്റെ ബ്രദർ. എടാ നോക്കടാ ഒന്ന്, എടാ ഒരു വട്ടം ഒന്ന് നോക്കടാ ഇങ്ങോട്ട്. നാണക്കാരൻ. ഇവരെ അങ്ങനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കുറച്ച് കണ്ടിട്ട് അയാനും അല്ല കാറിന്റെ നിന്നാ പോരെ, നിനക്ക് ആവശ്യമുള്ളതിലൊക്കെ കയറിയാൽ മതി. ഞങ്ങൾ പോയി അപ്പോഴത്തേനും അവളെ വേണ്ട അത് വേണ്ട. ആ ഓക്കെ 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 ഓക്കെ. ആൾക്കാർ കൂടുതലാണെങ്കിലോ ആ ഇവന് ഭയങ്കര പേടിയാ, മറ്റേ പടത്തിലെ പോലെ. പിന്നെ നീ എന്താ ആൾക്കാരില്ലാതെയാണ്? അതല്ല എന്നെ വിട്ടു പോകുമ്പോ അത് എന്തുവാ നിൽക്കുവോ ഐമ ഓക്കെ. ലുലു മാൾ. മറ്റേ വണ്ടി ഓടിക്കാൻ മറ്റേ ഓഫീസ് കയറിയിട്ടില്ല. അവൻ ഒറ്റയ്ക്ക് കയറാൻ ഒന്നിനും പറ്റത്തില്ല. അതിന് കൂട്ട് പിടിക്കുന്നതാണ് ഓരോരുത്തരെ വിളിച്ച് വിളിച്ച്. എടാ ഒരു ഫോട്ടോ എടുക്കണം. അതല്ല ബിലാൽ ഇവിടെ വെച്ചാൽ മറ്റേ വണ്ടി കണ്ടിട്ട്. ഏത് വണ്ടി? ഇവിടെ വെച്ചല്ലേ മലബാറി കണ്ടത്. മലബാർ എൻട്രൻസ് ആയി. സാറിന് ഹലോ, ഇത് ഇവിടെയല്ല, നേരെ കയറി പോകും. ഷർട്ട് നോക്കാം. എനിക്ക് പേടിയാ, സത്യമായിട്ട് എനിക്ക് പേടിയാണ്. നിനക്കറിയാവോ കയറാൻ? എന്നെ കയറ്റണേ. പോലെ 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 പിന്നെ എവിടെ ചെന്നിട്ട് എങ്ങനെ ഇറങ്ങും? അടുത്ത സ്ഥലത്തോട്ടോ? എവിടെ പണ്ടൂറാ സെയിൽ നടക്കും കേട്ടോ. കാർഡൊക്കെ ഉള്ളതാ. 2000 രൂപയുണ്ട് കാർഡില്. ഐമയുടെ സ്ഥിരം സാധനമാണ്. പൈസ കൊടുത്ത് കാർഡ് ചാർജ് ചെയ്ത് പാവ എടുക്കാൻ നോക്കി നടക്കത്തില്ല. പാവക്കുട്ടി എടുക്കാനാ കിട്ടുവാ? നമ്മുടെ കാർഡ് പോയതിന്റെ കിട്ടുമോ? ഇതിലെ കയറണ്ടേ? ഇതിലെ കയറണ്ടേ? ഇതിലല്ല, കാർഡ് എടുക്കട്ടെ. ആ വിലാസ്, എന്താണ് എന്നെ പറ്റി പറയാനുള്ളത്? തണുപ്പുണ്ട് നല്ല.
ഷോർട്സിനകത്ത് ബിലാൽ വരരുത് കേട്ടോ. ഷോർട്സിൽ ബിലാൽ കൊള്ളത്തില്ല. മറ്റേതാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒരാൾക്ക് കൊടുത്ത പ്രശ്നം കൊടുത്തോളൂ. ട്രിവാൻഡ്രത്ത് എന്നിട്ട് അതും കൊണ്ട് പോയി ട്രിവാൻഡ്രത്ത് പോയി എടുത്ത് 2000-ന് 5000-ൻ്റെ അല്ലേ 6000. പിന്നെ തണുക്കുന്നോ? എന്ത് പറ്റി തണുക്കുന്ന? AC-യാ? ഇട്ടോട്. എന്തുവാടേ അയാനിടുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി? എടുക്കാം. പയ്യെ അയൻ നമ്മളീ പോയിന്റ് പിന്നെ കളിച്ചിട്ട് വരണം. കളിക്കണോ? കാർഡാണോ? പഴയ ID കാർഡുണ്ട്, അത് മതിയോ? ഫണ്ടൂറ. മറ്റേ സോഫ്റ്റ് പ്ലേ കളിക്കണോ? ഇങ്ങനെ തെന്നിയൊക്കെ വരുന്ന സന്ധ്യ അവിടെ കൊണ്ട് കയറ്റി വിടട്ടെ. കളിച്ചോളൂ അവിടെ ഇരുന്നൊറ്റയ്ക്ക്. അയാൻ വരുമോന്ന് അറിയത്തില്ല. നീ ഒറ്റയ്ക്ക് കളിക്കോ? അതാണ് പ്രശ്നം. ഉമ്മച്ചിയൊന്നും അതിനകത്ത് കയറ്റൂല കേട്ടോ. ഇത് മതിയാ? വേണോ? ഏതാ? എന്തുവാണ് ഇത്? എന്റെ എക്സ്പ്രഷന് നീ കുലുങ്ങുന്നാണോ അതോ വണ്ടി കുലുങ്ങുന്നാണോ? ചാരിയൊക്കെ കിടക്കുകയാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ കിടന്നൊക്കെ ഓടിക്കുന്നു. എന്തുവാണ് എല്ലാരും ഓടിക്കണ വണ്ടി? ടോയ്ലറ്റിൽ പോകാൻ മുട്ട പോലെ ഇരിക്കുന്നു മുഖം. കരയണ്ട പാപ്പോ. അവന് വേണ്ടായിരിക്കും. നീ ഓടിച്ചോ. ഓന് വേണ്ടേ? നോക്കടാ. ഇവനും കൂടെ എടുത്തോരണം. ഒരെണ്ണം വേണ്ട. എന്നാ വേണ്ട. ഒരെണ്ണം മതി. അവന് മാത്രം മതി.
ഷോർട്സ് എടുക്കും. കാർ ഡ്രൈവ് ചെയ്യുന്ന കാണിച്ചു തരാമേ. ഇത് കണ്ടി പോലെ അത് കുഴപ്പമില്ല, നീ പക്ഷെ ഇതിനകത്തില്ലല്ലോടാ. ആ ഇല്ലാത്തോണ്ട് പക്ഷേ എന്നാ ഇതിൽ തന്നെ എടുക്കാം. കാണത്തില്ല. എന്നാ ഇതിൽ തന്നെ എടുക്കാവേ. അയാൻ അയാൻ ഹായ്. ചരിച്ചെടുക്കും. അല്ല ഇങ്ങനെ എടുത്താൽ മതി. ഇനി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അയ്മ മണമല്ലേ ഒരു ദിവസം ഈ ഇതിൻ്റെ ആണല്ലേ. ഇല്ല ഒഴിവാക്കി ഞാൻ നിന്നെ. അതിനിടെ വണ്ടി ഓടുന്നില്ലായിരുന്നോ? സ്മൂത്ത് അല്ലായിരുന്നോ? അല്ല എപ്പോഴത്തെ പോലെ സ്മൂത്ത് അല്ലായിരുന്നോ? സാധാ ഇങ്ങനെ ഇച്ചിരി കിടന്ന് പാടുപെടുന്ന പോലെ തോന്നി അല്ലേ നമുക്ക്? മതി മതി മതി. നോ, ഒരു ഉണർവില്ലാത്ത പോലെ തോന്നി എനിക്ക്. സാധാരണ പറത്തി ഓടിക്കുന്നത് ടൈറ്റ് ആയിരുന്നോ വണ്ടി? അല്ല എപ്പോഴും ഓടിക്കുന്ന പോലെ അത്ര സ്മൂത്ത് ആയിട്ട് തോന്നിയില്ല. ഏ അവൾക്ക് സോഫ്റ്റ് പ്ലേ കയറണമെന്ന്. അതിനകത്തോട്ട് ഒറ്റയ്ക്ക് കയറ്റി വിടാൻ പറ്റുമോ? അയാനും കൂടെ കയറുമോ അവളുടെ കൂടെ സോഫ്റ്റ് പ്ലേയിൽ? ആയാ മച്ചി ഇവിടെ വാതിക്കേ ഇരിക്കാം. വേണോ? സമയം കുറെ പോവോ അതിനകത്ത് കയറിയാ? നന്നതാ. ഇവിടെ ആ മോൾ വേറെ ആരും ഇല്ലേ? ആ ഓക്കെ ഓക്കെ കയറുമല്ലോ അല്ലേ? ഐമ ഫിറോസ്. സെറ്റാണോ? 8075. ബാഗിങ് കൊണ്ടുപോവാ. ഐമ ബാഗിങ് കൊണ്ടുപോവാ. അകത്തിരിക്കാനുള്ളതാണോ? ആ ഓക്കെ. അപ്പൊ നമുക്ക് മടുക്കുമ്പോ ഇറങ്ങി വരണേ. അതിനകത്ത് കയറത്തില്ല. ഒരു പ്രാവശ്യം കയറിയാലും നഷ്ടമാണ്. കയറി ഇറങ്ങി എത്ര വരെ ആകുള്ളൂ? ഗ്രീൻ വരെ. ഓ ശരി ശരി ശരി. ഞാനും ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെ നിൽക്കാം. ഐമ ഐമ ഫ്രണ്ട്സ് ആയോ? ഇങ്ങ് വന്നേ ഐമ. ഒരു കാര്യം പറയട്ടെ, ഉമ്മച്ചി ഒന്ന് പോയിട്ട് വരട്ടെ. നമുക്ക് മറ്റേ 3D കാണാൻ കയറിയാലോ? 3D കാണാൻ കയറിയാലോ? പ്രശ്നമല്ല, അവള് പോയി. ആ നമുക്ക് പോയി അവിടെ കുറച്ച്. എവിടെ എന്ത് കാണാനാ? ഞാൻ വന്നിട്ട് എന്ത് കളിക്കാനാ? എനിക്ക് പേടിയാ, തല കറങ്ങും.
നീയും ബിലാലും കൂടെ കയറിക്കോളുവോ? ആ ബിലാല് പണ്ടേ സുല്ലിട്ട്. അതല്ല, നമ്മളാ വെള്ളം വീണതൊക്കെ ഇതിനകത്തല്ലായിരുന്നു. കാലിലോട്ട് വെള്ളം അടിച്ച് പാമ്പ് വരുമ്പോ മറ്റേ സാധനം വന്ന് കാലിലടിച്ച്. ഭയങ്കര പേടിയാണ്. അവനിഷ്ടമുള്ള വേറെ എന്തിലേലും കേട്ടു. ചെല്ലടാ. എവിടെയാ ഇനിയും കേറാനോ? അവന് മടിയാടാ. ഷബാനയുടെ ഫോൺ അല്ലേ? എടാ ആ ഫോൺ തൊണ്ടയെല്ലാം ഉണങ്ങി കേട്ടോ. എന്റെ തൊണ്ട ഉണങ്ങി. ബാഗ് മാറ്റി. ഐമയുടെ ബാഗ്. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ അതെന്റെ പാട്ട. എനിക്കതിനകത്ത് പേടിയാണ്. രണ്ടുപേര് മതി, അവര് വരത്തില്ല. ആളുണ്ടോ വേറെ? ഞങ്ങൾ രണ്ടുപേരും വേറെ. എത്ര പേരുണ്ടല്ലോ? എല്ലാരും കൂടെ പേടിച്ചു ദൂരം. ഫ്രണ്ടിലിരിക്കണോ ബാക്കിലിരിക്കണോ? ബിലാൽ ഇങ്ങോട്ടിരുന്നോ അറ്റത്തോട്ട്. അടുത്ത അഡ്വഞ്ചറസ്. നടുക്കിരുന്നാൽ ചിലപ്പോ പേടിക്കും അവിടെ ഇരിക്കാൻ. ഒരു വട്ടം കേറിയതാണ്. അനങ്ങും കേട്ടോ നമ്മളെ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ദേ ഒന്ന് 3D കണ്ടിട്ട് വരാം. ഐമ അവിടെ സോഫ്റ്റ് പ്ലേയിൽ കളിക്കുക. സ്റ്റാർട്ടായി ഗൈസ്. പൊളിയായിരുന്നു ഗൈസ്, പൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഐമ കരഞ്ഞു. കഴിഞ്ഞോ? കരയാണോ? ഇത് നോക്കാം വാഷ്റൂം എവിടെയാണ്. അവിടെയാണെന്ന് തോന്നണം. ഞങ്ങളത് വാഷ്റൂമിൽ പോകണേ. വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വിടാം കേട്ടോ. അതെ, ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമേ. ഇനിയിപ്പോൾ അയിമ പോകുന്നുണ്ടോ സോഫ്റ്റ് പ്ലേക്ക്? പോണോ? കളിച്ച് തീർന്നില്ല? പയ്യെ പയ്യെ ഓടല്ലേ ഓടാതെ ഞാൻ വരുന്നു. തിരിച്ചവളെ കൊണ്ട. അയിമ ഓടണ്ട, പയ്യെ പോകും.
ഇനി പോണോ ഐമ? ഇനി പോണോ? പോണ്ടേ? ടൈം ഇപ്പൊ തന്നെ ഒരുപാടായി കേട്ടോ. ഇനി കുറെ സമയം എടുത്താൽ പാടാണേ. നമുക്ക് ഐമായ അങ്ങോട്ട് കയറ്റി വിടാം. പോണ്ടേ? മതിയോ? സോഫ്റ്റ്വേ മതിയോ? കേറങ്ങോട്ട്. ഇനിയും പോകണമെന്ന്. ഇതൊക്കെ പെട്ടെന്ന് വരണേ. വിളിക്കുമല്ലോ അല്ലേ ഫോണിൽ? ആ ശരി. ഇതെന്തോ സംഭവം? 10 പോയിന്റ്സ് ആട്ടെ. ടൈമർ ഉണ്ടെന്ന് തോന്നല്ലേ? വെൽ ഡൺ ബോയ്. യെസ്. പൊളിച്ച്. 90 അടി. 90. യെസ്. അടിപൊളി. 490 പോയിന്റ്സ്. 63 വേണ്ടേ? 63 പോയിന്റ് കിട്ടി. 63 ടിക്കറ്റ് കിട്ടി. അതെ, അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ? ആ ടിക്കറ്റ് ഉണ്ട്. നിങ്ങൾ മുത്താണ്. ചുമ്മാ അറിയണ്ട, ആവേശം വേണ്ട. കളിക്ക് ഒരു കേട്ടോ, നിങ്ങൾക്ക് പറ്റും. എൻ്റെ വാപ്സി ഒന്നും കൂടെ ടാപ്പ് ചെയ്യില്ല. റെഡി ഗോ. ബട ആവേശം. യെസ്. അയ്യോ 99 ടിക്കറ്റ്. അയ്യായിരം തിരിച്ചേറ്റ് വിട്ട്. വിരാല് കളിക്കുന്നോ? ടിക്കറ്റ് കിട്ടി. നമുക്കിത് ലാസ്റ്റ് എയർപോർട്ടിൽ പോയി ടിക്കറ്റ് പോലും എടുക്കേണ്ട അവസ്ഥ. ഇതോടുകൂടി തീരുവാണോ? പൈസ കാർഡ് തീരുവാണോ? അയ്മാക്ക് സന്തോഷവാനായി ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. അതെടുക്കണ്ട, അത് വെറുതെ ഇതാണ്. സീറോ ബാലൻസ്. പോയിന്റ്സ് മൊത്തം കളിച്ച് തീർന്നു. $470 പോയിന്റ്സ്. എത്ര പോയിന്റാ വന്നതെന്ന് നോക്കട്ടെ. ടിക്കറ്റ് എത്ര നോക്കട്ടെ.
വന്നില്ല അത്. ടിക്കറ്റ് വന്നില്ല 450. എത്രയാ? എത്ര മണിയാണ്? ബിലാൽ ഖാൻ. നീ ഇങ്ങനെ നാണക്കാരനാവത് കേട്ടോ ബിലാലെ. എന്നിട്ട് വൈറലാക്കട്ടെ ഞാൻ. ഇതെവിടെ നീട്ടി നമുക്കൊന്ന് സൈൽ ഔട്ട്ലി ചേച്ചി തന്നാണോ? അവിടെ കളിക്കുന്ന എല്ലാ പിള്ളേർക്കും കൊടുത്തായിരുന്നോ? അപ്പോൾ അതിന് നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മുടെ കാറിലെ പൈസയൊക്കെ ഫുള്ള് തീർന്നേ. യോ ബാഗ് ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഈ ബാഗ് സൈഡിൽ തൂക്കം എന്നാലും ഭംഗിയുള്ളൂ. ഇതിനകത്ത് നിന്റെ ഐറ്റംസാണ് ഫുള്ളേ. ഗൈസിനോട് പറഞ്ഞില്ലേ നമ്മൾ? ഗൈസ് അയിമയുടെ ബാഗിൽ അത് കഴിക്കും, വേഫേഴ്സ് കഴിക്കും. നടക്കും. അത് പിന്നെ വീട്ടിൽ ചെന്നിട്ട് വായിക്കണം, റീഡ് ചെയ്യണേ. വേഫേഴ്സ് ആരെ വീഡിയോ കോളൊക്കെ പോകുന്നത് നിങ്ങൾ പുറത്തായത് വിളിച്ചായിരിക്കുന്നല്ലേ? വേണ്ട, ഇത് വാങ്ങിച്ചു. നമുക്ക് വേണമെന്നില്ല. ഇതല്ലേ എപ്പോഴും വേണമെന്ന് പറയുന്ന സാധനം. എപ്പോഴും വേണമെന്ന് മോമോസ് ഒക്കെ വീട്ടിലുണ്ടാക്കാം. ഏതാന്ന് വെച്ചാൽ വാങ്ങിക്കും. ബെൽജിയൻ വേഫർ അവനിഷ്ടം, അവനൊന്നും വാങ്ങിച്ചു കൊടുക്കും. അല്ല അവന് വേറെ കഴി ഇത് മതിയാ? സ്നാക്സ് വല്ലതും വേണം? അതാ ഇത് മതിയാ? ബിലാലെ, എൻ്റെ ചാനലിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? സംസാരിക്കത്തില്ല. അയ്യോ, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അവനെ നാണം കൊണ്ടാണേ, ഇങ്ങനെയാണ്. എന്നാലും എൻ്റെ അഭിപ്രായം വരുന്നത്. എൻ്റെ വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് തന്നെ, ഷോർട്സ് കണ്ടിട്ടുണ്ടോ? ഷോർട്സ് എങ്ങനെയുണ്ട്? അതിനകത്ത് എന്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്നേ? വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടണം. കേട്ടോ പറയുന്നേ? വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ ഞാൻ ഇനി എന്നാടാ സാംസങ് S25 അൾട്ര വാങ്ങിച്ചു തന്നു. ഇനി ഞാൻ എങ്ങനെ കൂട്ടുന്നതാ? നല്ല ഇതിൽ ട്രിക്ക് അറിയാം നിനക്ക് ക്വാളിറ്റി കൂട്ടാൻ അല്ലേ? ഫോണിലെ പോരെ മറ്റേ ക്യാമറ. ഞാനൊരു വീഡിയോ ക്വാളിറ്റി കൂട്ടാനായിട്ട് ക്യാമറ വാങ്ങിക്കാനാണ് കേട്ടോ. ഞങ്ങളൊരു 1,00,000 സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ 1,00,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ 1000 പോലും ആയിട്ടില്ല. 1,00,000 സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ ഞങ്ങൾ ക്യാമറ ഇപ്പം ഞങ്ങൾ 1000 സബ്സ്ക്രൈബർ ആവാൻ പോകുമ്പോൾ ഞങ്ങൾ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചു അല്ലേ? ഇപ്പം ചെയ്ത് ട്രൈപോഡ് സ്റ്റാൻഡ് ഇവിടെ ഇരുന്നിട്ട് കാല് നീട്ടിയാ പോരെ അല്ലേ? എനിക്കെന്താ ബുക്ക് കിട്ടി. സോഫ്റ്റ് പ്ലേ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കൊരു റീൽ എടുക്കാം. എന്താ പിന്നെ എന്തിനാ ഒരുങ്ങാനായിട്ട് മറ്റേ ബാഗിൽ മേക്കപ്പ് നോക്കിയിട്ടുണ്ടോ വന്ന എന്തോത്തിനാ ഒരുങ്ങാനായിട്ട്? ഡാൻസ് എടുക്കാന്നല്ലേ പറഞ്ഞേ? ഈ ബെൽജിയൻ വേഫലിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഡാൻസ് എടുത്താലോ? എന്ത് ഫ്ലേവറാ നീ പറഞ്ഞ? ബെൽജിയൻ വേഫൽ കിറ്റ്കാറ്റ്. അയാൻ എന്തോ പറഞ്ഞ? കിക്കി ഓറിയോ. നീയോ? ഈ അയിമാക്ക് പറഞ്ഞ തന്നെയാണോ ബിലാലിന്? ഇത് മേടിക്കണ്ടേ? ആ ഇറച്ചിയൊക്കെ വാങ്ങും. ഇറച്ചി മീനുണ്ട്. നിന്റെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? ഇനിയിപ്പോൾ നിനക്ക് ഇറച്ചി മീനൊന്നും. രാവിലെ എണീക്കുമ്പോഴത്തേക്കിനും ഉമ്മച്ചി എനിക്ക് പച്ച ചിക്കൻ, ഉമ്മച്ചി എനിക്ക് ചുവപ്പ് ചിക്കൻ, ഉമ്മച്ചി എനിക്ക് അത്, ഉമ്മച്ചി എനിക്ക് ഇതൊന്നും പറയരുത് എന്നോടെ കേട്ടോ. അയാൾ നിങ്ങളുടെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. മമ്മട്ടിയുണ്ടോ ഡാൻസ് അയാന്റെ?
അയാന്റെ ഡാൻസ് കാണാത്തതിന് നീ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയുണ്ടടാ? കൊള്ളാം കൊള്ളാം. എന്താണ് ഞാനിങ്ങനെ പറഞ്ഞു നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടു. ഏക് മിനിറ്റ് വെയിറ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ ആദ്യം ഹിന്ദിയാണ്. അത് ഞാൻ പറഞ്ഞു വൺ കിറ്റ്കാറ്റ് ആൻഡ് ഇംഗ്ലീഷ് ആണെന്ന് ഓർത്ത് അങ്ങനെ പറഞ്ഞു. ഓർ ക്രീം എന്ന് പറഞ്ഞിട്ട് വിത്ത് കിറ്റ്കാറ്റ് ആൻഡ് ഓറിയോ എന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പോൾ അയിമോൻ്റെ ഒരെണ്ണം കൂടെ വൺ മോർ. ഓക്കെ, അപ്പോഴാണ് മനസ്സിലായി ഹിന്ദിയാണെന്ന്. പുള്ളി എന്ത് തുറന്നു ബൈക്ക് കണ്ടോ? ബൈക്ക് നമുക്ക് വിഷു സാധനമല്ലേ വാങ്ങാനുള്ളൂ. അത് ഇവിടെ തന്നെ വാങ്ങാം. ഇവിടെ ഇരുന്ന ഫിഷ് സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ആ പോലീസുകാരനോട് പറഞ്ഞാൽ മതി. ലിസ്റ്റ് എടുക്കണം. ഞാനെത്ര ടി പി ബുക്ക് ആണ്. ടൊയോട്ട ഗ്ലാൻസ് ക്ലാസ് കഴിക്കുന്ന പോലെ ആണോ? നീ കഴിച്ചാ? ഇഷ്ടപ്പെട്ടത്? അതെ, ന്യൂട്ടെല്ല തീർന്നായിരുന്നല്ലോ. അപ്പം ഞാൻ ചോക്ലേറ്റ്, മറ്റേ ഡാർക്ക് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു, വൈറ്റ് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അത് മെൽറ്റ് ചെയ്ത് എന്നിട്ട് അതിനകത്തോട് തൂത്ത് വെച്ച് അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഹാർഡാവും. അതാണ്. കൊള്ളായിരുന്നല്ലേ? എനിക്ക് ടെൻഷനായിരുന്നു നിനക്ക് ഇഷ്ടപ്പെടുമോ. ഇന്നിപ്പോൾ ന്യൂട്ടെല്ലാം വാങ്ങിക്കാം നമുക്കിവിടെ. മണമൊക്കെ വരുന്നു. യൂട്യൂബ് എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഇരുന്ന് കഴിക്കേ. എങ്ങനെ ഉണ്ടായിമ്മ? സെറ്റാണോ? ബിലാലിനെ കാണിക്കരുതെന്നാ ബിലാല് പറഞ്ഞെങ്ങനെ? നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പൈസ കൊടുത്ത് സാധനം മേടിച്ചാൽ നല്ല. അതൊക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സാധനം തന്നെ നമ്മുടെ ആലപ്പുഴ വന്ന അവിടെ കിട്ടുമോ? ഈ ടേസ്റ്റിൽ കിട്ടത്തില്ല. പിന്നെ ടേസ്റ്റില്ലേ നല്ല. എങ്ങനെയാ ഇതിൻ്റെ റേറ്റ് ഒരെണ്ണത്തിൻ്റെ? ചെറുതായിട്ട് അവളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കൊള്ളാം അല്ലേ? ഒന്ന് ചെറുതായിട്ട് കഴിച്ചു. ആ ഓക്കെ. എൻ്റെ പെണ്ണു പെങ്ങളേടി ടക്കടു. അയ്യേ, ഇതൊക്കെ വീഡിയോ വരും കേട്ടാ. പട്ടിനൊക്കെ വിളിക്കുന്നത് ബാഡാണ്. ബാഡ്. എന്തിനാ ഈ അടി വെക്കുന്നേ? നീയാള് കൊള്ളാമല്ലോ. എന്റെ പൊന്നല്ലേ? എന്റെ പൊന്നെ നല്ല മോനല്ലേ? മതി, എന്തോത്തിന് ഇത്രയൊക്കെ തുടങ്ങുന്നത്? No. വാ, കം. ആരാടാ പറഞ്ഞ എത്തത്തില്ലെന്ന്? എൻ്റെ കൈ ഇവിടെ ഉടക്കിയതാ.
ഇങ്ങോട്ട് നോക്ക്. ആ വീഡിയോ എടുക്കുന്ന മാറ്റ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. അപ്പൊ ഒരു കാര്യമുണ്ട്, രാത്രിത്തെ ഫുഡ് കൂടെ അല്ലേ, മനസ്സിലായോ? ഞാൻ പോയി വണ്ടി എടുത്തിട്ട് എടാ ഒന്ന് പിടിച്ചോടാ, അതെ തെന്നി പോവത്. ഇങ്ങോട്ട് കയറ്റി വെച്ചോ. എന്ത് ചെയ്യുവാ? മഴയല്ലേ? ഇതേ സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ വണ്ടി കയറി. ഭയങ്കര മഴ, ഒരു രക്ഷയും. ഭയങ്കര മഴയാണ്, ഭയങ്കര മഴ. ആലപ്പുഴ അടിപൊളി മഴ അല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസമില്ലേ മഴ പെയ്തപ്പോ തേങ്ങ വീണോ? എവിടെ തേങ്ങ വീണു? നമ്മുടെ വീട്ടിൽ ആണല്ലേ? കാറ്റത്തല്ലേ? ഓ ശരി. അത്രയും നല്ല കാറ്റായിരുന്നു, അതാണ് കുട്ടി പറയുന്നത് അല്ലേ? അപ്പൊ ഇനിയിപ്പോ നമ്മള് ബിരിയാണിയൊക്കെ വാങ്ങിച്ച അവിടുന്ന്. വാങ്ങിച്ചല്ലേ അവിടുന്ന്? നല്ല മഴയാണ്. ബിലാലിനെ സെപ്പറേറ്റ് വാങ്ങിച്ചു. അവന്റെ പേര് ബിലാൽ എന്നാണ് കേട്ടോ. ബിലാൽ ജോൺ കുരിശിങ്ങൽ. ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു. അവിടെ ഇരുന്ന് കഴിച്ചാൽ ഭയങ്കര മഴയാണ്, താമസിക്കും. അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു. ഇനി വീട്ടിൽ പോയി കഴിക്കാം ആലപ്പുഴയ്ക്ക്. ബിലാലിനെ കൊണ്ട് അവിടെ തട്ടാൻ പോവാ അല്ലേ? ചങ്ങനാശ്ശേരി തട്ടിയിട്ട് ഞങ്ങൾ ഒറ്റ വീടൽ ആലപ്പുഴ. മതി, കഴിഞ്ഞില്ല. അവള് വീട്ടിൽ എത്തിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. നല്ല അടിപൊളി മഴയാണ്. ഉറക്കം പറ. ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി. അങ്ങനെ പറ. നല്ല അടിപൊളി മഴയല്ലേ? ഞങ്ങളിത് അങ്ങനെ ചങ്ങനാശ്ശേരി ടൗണിലെത്തിയിരിക്കുകയാണ്. ഇനി ബിലാലിനെ കൊണ്ട് അവിടെ തട്ടണം. നമ്മൾ ഇറങ്ങുന്നില്ല, സമയമില്ല, മഴയല്ലേ, ഭയങ്കര മഴയാണ്. പെട്ടെന്ന് വീട്ടിലെത്തണം. ആലിമൊക്കെ എപ്പോഴും ഉറങ്ങിയിട്ടുണ്ടാവും.
ആലിമൊക്കെ പൊന്നല്ലേ നേരത്തെ അപ്പോൾ ഇതേ ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി ഇതേ ബിലാലിനെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ വിടും. അങ്ങനെ ബിലാൽ പോയി. ഇനി നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാം അല്ലേ? അങ്ങനെ ബിലാലിനെ ഇറക്കിയിട്ട് ഞങ്ങളിതേ വണ്ടിയൊക്കെ തിരിക്കുവാണ്. ഇറങ്ങിയില്ല, നമ്മൾ നേരെ പോവാണ്. സമയമില്ല, നല്ല മഴയാണ്. വീട്ടിൽ എത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. പോയി. അപ്പൊ ഇനി നമുക്ക് ആലപ്പുഴയ്ക്ക് ബാക്കി. വീടെത്തി. അയാൻ ബിരിയാണി കഴിക്കണ്ടേ? അങ്ങനെ വീടെത്തിയേ. അത് കാണിക്കണ്ട, എന്നെ കാണിച്ചാൽ മതി. ഇതെല്ലാം ഒന്ന് അകത്തോട്ടാക്കട്ടെ. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ബിരിയാണി കഴിക്കാം. ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ, സാലഡ് ഇല്ല. നമുക്കിത് ഇത്തിരി സാലഡ് പെട്ടെന്ന് അറിയട്ടെ. എടുത്തേക്കാം. പുതിയ തൈര് എടുക്കാനല്ലേ? ഇല്ല, തൈര് വാങ്ങിച്ചു തീർപ്പുണ്ടോ തീരട്ടെ. അതേ ബിരിയാണി പൊട്ടിക്കാവേ. ബിരിയാണി പൊട്ടിക്കാൻ പോകണം. അതെ, ചിക്കൻ ബിരിയാണി നോക്കാം. മലബാർ ചിക്കൻ ബിരിയാണി നമ്മൾ വാങ്ങിച്ചേ. ഇങ്ങോട്ട് വാ, കാണിക്കുന്നത് അവിടെ ഇരുന്നെടുക്കാനാണോ? ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്കല്ലേ. ആദ്യമായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നല്ലേ ഇങ്ങോട്ട് ഇങ്ങനെ. അല്ലാതെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. മിക്കവാറും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്. ഇന്ന് മഴ ആയതുകൊണ്ട് ലുലു മാളിൽ നിന്ന് തന്നെ വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ. ബിരിയാണിക്കകത്തോട്ട് ഇറങ്ങണ്ട. അപ്പം ഇനി പാത്രത്തിൽ വിളമ്പാം. ഒരെണ്ണം കൂടെ ഉണ്ട്. മാറിക്കണേ അവിടെ. ആർക്കാ ആദ്യം വേണ്ട? എനിക്ക്. അത് അവരങ്ങനെയാന്ന്. അല്ല, മൂത്തുമ്മ ഒക്കെ അവിടെ നിന്നല്ലേ വാങ്ങിച്ചോണ്ട് വരുന്നത്, ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. ഞാനതല്ലേ പറഞ്ഞ മേടിക്കാൻ. ഞാനല്ലെങ്കിലും അവിടെ തന്നെ മേടിക്കാൻ ഓർത്തിരിക്കുക. മതി മതി മതി. അന്നപൂർണ്ണയിലൊരു ഭയങ്കര അതിന് അന്നപൂർണ്ണം ആർക്ക് വേണം? കഴിക്കുന്ന ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ചിക്കൻ ബിരിയാണി വാങ്ങിക്കുന്നത് കേട്ടോ. ചിക്കൻ ബിരിയാണി വാങ്ങിക്കുന്നതല്ല, ലുലുവിൽ നിന്ന് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്നത് കേട്ടോ. പക്ഷെ അയിമ മാത്രം ഉറങ്ങിപ്പോയി കേട്ടോ. അയിമ മിസ് ചെയ്തു പെട്ടെന്ന്. പിന്നെ ഒരു വേഫേഴ്സ് കഴിച്ചതൊന്നും കുഴപ്പമില്ല. നല്ല അടിപൊളി ബിരിയാണി. മഴയുടെ സൗണ്ട് കേട്ടോ, എന്ത് സൗണ്ടല്ലേ. അവിടെയൊക്കെ ഇങ്ങനെയാണെന്നല്ലേ ചിക്കൻ ഈ പൊരിച്ചെടുക്കുമല്ലോ, പുരിഞ്ഞ പോലെ ഇരിക്കുന്നല്ലേ. ചിക്കനും ഇത് ദം ബിരിയാണി. അപ്പഴേ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞതേ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കാം. ഈ ഒരു ജ്യൂസ് ഞങ്ങൾ എപ്പോഴും ലുലു ഇപ്പം വാങ്ങിക്കുന്ന കേട്ടോ.
അയിമ നല്ല ഉറക്കമാണ്, സെറ്റി കിടന്ന് നല്ല സുഖ ഉറക്കം. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? മിണ്ടില്ല. യെസ്. അപ്പം നിറഞ്ഞൊന്ന് മനസ്സിലായല്ലോ. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പെപ്സി അല്ലാതെ ഈ ഒരു ജ്യൂസാണ് കേട്ടോ, നല്ല ജ്യൂസാണ്. ഞങ്ങൾ ലുലുവിൽ പോകുമ്പോൾ കൂടുതലും വാങ്ങിക്കുന്ന സാധനമാണ് ഈ ജ്യൂസ്. അതെ, ഇതാണ് കമ്പനി. എന്താണ് ഇയോ എന്താണ് ആ ഒരു സാധനം? എന്തായാലും നല്ല ടേസ്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ല എല്ലാവർക്കും. ഒരു കമ്പനി കൂടെ ഉണ്ട് ഇതിന്റെ, ഇത് ഗ്രൂപ്പാണോ? ഒറിജിനൽ എന്തോ? ഒറിജിനൽ നമ്മളവിടെ ഇരിക്കുന്ന സയൻസ്. ആ ശരിയാ കേട്ടോ, നമ്മൾ ഐൻസ് ആണ് എപ്പോഴും വാങ്ങിയത്. ഇതിന്ന് ഐമാണ് ഈ ജ്യൂസ് എടുത്തത് കേട്ടോ. ഐമ എടുത്തോണ്ട് ഇത് അയ്യോ എന്താ അയ്യോന്നായി അവളത്തെ ഐൻസ്. ആ ഇത് അയ്യോ, അവള് തന്നെ എടുക്കുമായിരുന്നു. അതാണ്, റേറ്റ് വ്യത്യാസം ഉണ്ട് ഇതിന് തമ്മിൽ. ഇത് അതിൻ്റെ ഡൂപ്പാണെന്ന് കേട്ടോ. ഐൻസ് എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ ഒറിജിനൽ. പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഇല്ലല്ലോ, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പം ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അതിൻ്റെ പേരേക്കാണ്. അപ്പം ഓക്കെ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുറച്ചു നേരമൊക്കെ വണ്ടിയിലിരുന്ന് ഉറങ്ങി കേട്ടോ. ഇവൻ ഉറക്കമായിരുന്നു. അയിമ വണ്ടിയിലിരുന്ന് ഉറങ്ങിയേ ഇങ്ങെത്തി. അതുകൊണ്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ ഞാൻ കാണിച്ചു, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ഇട്ടാണ്. ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയടാ. ഓക്കെ.